ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വന്നത്. പിന്നെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു നെയ്യപ്പത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ലഞ്ചും അങ്ങനെ കുറച്ച് കൊച്ചു വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, പാത്രമൊക്കെ കഴുകി എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ നെയ്യപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചത്. അപ്പോൾ തലേ ദിവസം ഞാൻ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. കിടക്കാൻ സമയമായപ്പോഴത്തേക്കും 2 കപ്പ് അരി വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം. എന്താ പറയുക, എനിക്ക് നെയ്യപ്പമൊന്നും അങ്ങനെ വലിയ ഇഷ്ടമുള്ള സാധനമൊന്നും അല്ല. കാരണം അതിലധികമായ സംഭവമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങി അങ്ങനെ കഴിക്കാറേ ഉള്ളൂ. ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്. അപ്പോൾ എനിക്കിതിനകത്ത് കുറേ മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ശർക്കരപ്പാനിയിലാണ് കേട്ടോ ഇത് അരച്ചെടുക്കണേ. അപ്പോൾ അരച്ചതും അതുപോലെ മറ്റ് സംഭവങ്ങളൊക്കെ കറക്റ്റായിരുന്നു. എന്തോ എനിക്ക് എണ്ണയുടെ ചൂട് ബാലൻസ് ആവാത്തതോ എന്താണെന്ന് അറിയില്ല, സക്സസ് ആയി വന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ മാവൊക്കെ ഇങ്ങനെ അരച്ച് റെഡിയാക്കി വെച്ചു. അപ്പോൾ എന്തായാലും 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഞാൻ നെയ്യപ്പത്തിൻ്റെ ഒരു റെസിപ്പി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി എന്തായാലും 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആകും. അങ്ങ് കറക്റ്റ് സക്സസ് ആയ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പുറത്ത് നല്ല മഴ, രാവിലെ മുതൽ ഇവിടെ നല്ല മഴ കേട്ടോ. കാറ്റും മഴയൊക്കെയാണ്, നല്ല തണുപ്പുമാണ്. പിന്നെ ലഞ്ചിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നെയ്ച്ചോറും ബീഫ് കറിയും അതിൻ്റെ കൂടെ ഒരു പരിപ്പ് കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ ഇതിലങ്ങനെ എടുക്കുന്നില്ല. നെയ്ച്ചോറ് ഞാൻ പുതിയ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് തന്നെ നമ്മൾ വീണ്ടും ചെയ്ത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ സവാളയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കടയിൽ പോയൊക്കെ മഴ കാരണം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളും അതുപോലെയുള്ള പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിച്ചു വെച്ചിട്ട് പിന്നെ അടിച്ചു വാരാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പോകാമല്ലോ എന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ എല്ലാം അരിയേണ്ടതും അതുപോലെ ചതയ്ക്കേണ്ടതൊക്കെ ഒന്ന് ചതച്ച് വയ്ക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഇടിക്കണ കല്ലൊക്കെ ആണെങ്കിലും എപ്പോഴും ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. മിക്കവരും തന്നെ കഴുകാതെ ആ കല്ലെ തന്നെ ഇട്ട് ഇടിക്കണതായിട്ട് കാണാറുണ്ട്. ഞാൻ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമ്മൾ രാത്രിയൊക്കെ ഇതിൽ പാറ്റയും ഇതൊക്കെ കയറും. എത്ര അടച്ചു വെച്ചാലും ഇതിലങ്ങനെയൊക്കെ കയറുമല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇതൊക്കെ ആവും. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ട് പിന്നെ അടിച്ചു വരാനൊക്കെ ആയിട്ട് കയറണം. പിന്നെ മോനാണെങ്കിൽ ഇന്ന് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് അവനക്ക് ഭയങ്കര കരച്ചിലൊക്കെയാണ്. 1.5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നാൽ അപ്പം കുഞ്ഞാറ്റേനെ ഏൽപ്പിച്ചേക്കുവാണ്. പിന്നെ ഇടയ്ക്ക് ചില ഹെൽപ്പിനൊക്കെ അവൾ വരും. അപ്പോൾ കാലിന് നല്ല വേദന ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ ഒന്ന് ആൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അനങ്ങാതിരിക്കും. പിന്നെ അറിയാതെ ഇറങ്ങി കളിക്കുമ്പോൾ ഭയങ്കര വേദന, അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് തന്നെ ഭയങ്കര വികൃതിയും മെനയും ഓട്ടമൊക്കെ തന്നെയാണ്. അപ്പോൾ കറിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ സവാള എല്ലാം ഒന്ന് ചതച്ച് റെഡിയാക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് കുക്കിംഗ് പെട്ടെന്ന് അങ്ങ് ചെയ്യും. അപ്പോൾ ഉള്ളി സവാളയൊക്കെ നന്നാക്കിയതും അതുപോലെ എന്തെങ്കിലുമൊക്കെ മറ്റ് അരച്ച സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ കഴുകിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർക്കും. അപ്പോൾ അരിയും കൂടെ അളന്നെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം സെറ്റപ്പാക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം ചെന്നിട്ട് അടിച്ചു വാരിയിട്ട് ലാസ്റ്റ് കുക്കിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തുടയ്ക്കാറുള്ളൂ. എന്നും തുടയ്ക്കാറൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് തുടയ്ക്കാറുള്ളൂ. ശരിക്കും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഉച്ചക്കത്തൊക്കെ പണി പെട്ടെന്ന് കഴിയും. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ഇതൊന്നും ഇല്ലല്ലോ. കാര്യം നെയ്ച്ചോറും ബിരിയാണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര സംഭവം പോലെ തോന്നിയാലും അതിന് പണി കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ വെറുംചോറും അതിൻ്റെ കറികളൊക്കെ ഉണ്ടാക്കണതിലൊക്കെ പണി കുറവായിട്ടാണ് തോന്നിയേക്കുന്നത്. പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. കുക്കുമോൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നെയ്ച്ചോറും ബിരിയാണിയും. പിന്നെ കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ വെറുംചോറിൻ്റെ കൂടെ എന്താ പറയുക, സദ്യ പോലെ നല്ല കറികളൊക്കെ ആണെങ്കിൽ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ബീഫ് കറിയിലേക്ക് വേണ്ടി മസാലപ്പൊടിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. അപ്പോൾ എളുപ്പമുണ്ടല്ലോ, വഴറ്റി എടുത്തിട്ട് പിന്നെ ഈ പൊടികളിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതിയല്ലോ. ഈ മസാല എല്ലാം കൂടെ ഒന്ന് വറുത്ത് വെച്ചിട്ട് പിന്നെ അടിച്ചു വാരലും പണി അങ്ങനെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഇനി കറി വയ്ക്കാനായിട്ട് വന്നു. അപ്പോൾ കുക്കറൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പിടി താഴെ വീണ് ഒടിഞ്ഞുപോയി.
അതുകൊണ്ട് പിന്നെ എയറും വരില്ല. പിന്നെ ഞാൻ സാധാരണ കുക്കറിൽ അങ്ങനെ ബീഫ് കറി ഒന്നും വെക്കാറില്ല. കൂടുതലും ഒന്ന് എന്താ പറയുക, എല്ലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് വിസിൽ കേൾപ്പിച്ചിട്ട് എടുക്കാറേ ഉള്ളൂ കേട്ടോ. ശരിക്കും ബീഫൊക്കെ ഞാൻ വലിയ ഉരുളിയിലൊക്കെ ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്തു. പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്താ പറയുക, ഈ കുക്കറിൽ വെക്കലൊന്നുമില്ല, അടുപ്പിൽ ചെറിയ തീയിൽ കലത്തിൽ വേവിക്കുമായിരിക്കും ബീഫ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് പോയിട്ട് ഇക്ക വന്നു മഴയൊക്കെ തോർന്നപ്പോൾ. പിന്നെ പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ എടുത്ത് വെക്കാൻ വേണ്ടി കുക്കുനെ ഏൽപ്പിച്ചു. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും എനിക്കത് ചെയ്തു തരും. അതിൻ്റെ ഞെട്ടൊക്കെ അടർത്തി അതുപോലെ കറക്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരി ഞാൻ ചെയ്യണ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്തു തരും. അപ്പോൾ ബീഫൊക്കെ കഴുകിയെടുത്തു, അത് കൂടി ഒന്ന് കറിയാക്കി വെക്കുകയാണ്. അപ്പോൾ തിരക്ക് പിടിച്ചിങ്ങനെ പെട്ടെന്ന് ഓരോന്ന് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് ഇതിലേക്ക് ഇത്തിരി മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടു. അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ബീഫ് കൂടെ ചേർത്ത് മസാലപ്പൊടിയും ചേർത്ത് ബീഫും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ നല്ല കുഴമ്പം പരുവത്തിൽ ആ ബീഫിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മസാലപ്പൊടി ഞാൻ പകുതിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. വറുത്ത് വെച്ചത് കൊണ്ട് പാകത്തിന് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇക്കാക്ക് ചിക്കനേക്കാളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ബീഫ്. അപ്പോൾ എൻ്റെ മിക്ക വ്ളോഗിലും ബീഫാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും മിക്കവരും തന്നെ എന്നോട് പറയാറുണ്ട്, എല്ലാത്തിലും ബീഫാണല്ലോ. അപ്പോൾ ഇവിടെ കൂടുതൽ വാങ്ങിക്കണതും ബീഫാണ്. ഇക്കാക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ബീഫ്. എൻ്റെ നാത്തൂന് എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്, എപ്പോഴും ബീഫാന്ന് പറഞ്ഞ്. പിന്നെ നെയ്ച്ചോറിന് ഒരു ഒഴിച്ചുകറിയായിട്ട് ഒരു പരിപ്പും കൂടെ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും പരിപ്പ് തയ്യാറാക്കാറില്ല കേട്ടോ. ഇറച്ചിയും കച്ചമ്പറും അച്ചാറും മാത്രമാണ് കേട്ടോ. ഈ പരിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അവർ ചോദിക്കുക, എന്താ പരിപ്പ് നെയ്ച്ചോറിൻ്റെ കൂടെ എന്ന് ചോദിക്കും. എനിക്ക് പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ വെറുംചോറ് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് കറിയും ചിക്കൻ പൊരിച്ചതും കൂട്ടി വെറുംചോറ് കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ പരിപ്പ് തയ്യാറാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇക്ക കട്ടൻ ചായ ചോദിച്ചു. ഇക്കാക്ക് എപ്പോഴും കട്ടൻ ചായ വേണം. ഫ്ലാസ്കിൽ വെച്ചിട്ട് കൊടുത്താൽ അതൊന്നും ഇഷ്ടാവില്ല. ഞങ്ങൾ ഒന്നിച്ച് തറവാട്ടിൽ താമസിക്കുന്ന സമയത്ത് ഫ്ലാസ്കിൽ വെച്ച് ചായയൊക്കെ കുടിക്കുമായിരുന്നു. പിന്നെ വേറെ മാറിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ അങ്ങനെ കുടിക്കൂല. ഞങ്ങളുടെ തറവാട്ടിൽ ഉമ്മച്ചി ഒരുപാട് ചായ തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ എല്ലാവർക്കും കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും ഇതുപോലെ ആവശ്യത്തിന് ചായ ഒഴിച്ച് കുടിക്കും. അത് തിരുമ വീണ്ടും വെക്കും. അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ചോറ് വേവിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെച്ചു. പിന്നെ പരിപ്പിലേക്ക് തേങ്ങയൊക്കെ അരച്ച് ആ കറിയും റെഡിയാക്കി. കാര്യം 4 ബർണറിൻ്റെ അടുപ്പാണെങ്കിലും എല്ലാം അടുത്തടുത്തിരിക്കണതുകൊണ്ട് അത്ര വലിയ സൗകര്യമൊന്നുമില്ല. പിന്നെ ഒരു ബർണർ ഒട്ടും തന്നെ കത്തണില്ല കേട്ടോ. എത്ര കുത്തി ക്ലീൻ ചെയ്തിട്ടും എന്താ പറയുക, അതിന് അങ്ങനെ ഫ്ലെയിം വന്നില്ല. ഏറ്റവും ഭ്രാന്തിടിക്കുന്ന ഒരു സംഭവമാണ് ഗ്യാസ് നന്നായിട്ട് കത്തിയില്ലെങ്കിൽ. പരിപ്പ് കറി റെഡിയായിട്ടും ആ ചെറിയ അടുപ്പിൽ വെച്ചിട്ട് ചായ തിളച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരിപ്പ് കറി റെഡി ആയപ്പോഴത്തേക്കും തന്നെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ ചായ വേഗം റെഡിയാക്കി എടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കട്ടൻ ചായ കുടിക്കും. മഴയൊക്കെ കാരണം പിന്നെ കട്ടൻ ചായ കൂടി കൂടുതലും കേട്ടോ. അപ്പോൾ ചായ കൊടുത്തിട്ട് വേണം ഇനി ചോറിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ. പിന്നെ നെയ്ച്ചോറായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വെന്തും കിട്ടും, പെട്ടെന്ന് പരിപാടിയും നടക്കും. ചായ കൊടുത്തിട്ട് വന്നിട്ടാണ് കേട്ടോ പിന്നെ പരിപ്പിലേക്ക് ഞാൻ താളിച്ച് ചേർത്തത്. അപ്പോൾ ആ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി ഈ ചെറിയ അടുപ്പിലേക്ക് ബീഫൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഞാൻ റൈസ് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫൊന്ന് തുറന്നു നോക്കട്ടെ. കാര്യം വിസിൽ വന്നില്ലെങ്കിലും ചെറിയ തീയിൽ പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതിൽ നിന്ന് തന്നെയുള്ള വെള്ളത്തിലാണ് കേട്ടോ ബീഫ് വെന്ത് കിട്ടുന്നത്. അങ്ങനെ വെന്ത് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ അത്യാവശ്യം ഗ്രേവിയൊക്കെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. മിക്കപ്പോഴും തന്നെ ഞാൻ ബീഫ് കറി വെക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാറില്ല കേട്ടോ. അതിൽ നിന്ന് തന്നെ വരുന്ന വെള്ളം കൊണ്ട് ചെറിയ തീയിൽ കിടന്ന് വെന്താണ് ഞാൻ എടുക്കാറ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബീഫ് കറിക്ക്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ നെയ്ച്ചോറ് റെഡിയാക്കാനായിട്ട് പിന്നെ പാത്രം വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് നെയ്യും ചേർത്ത് പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഞാൻ നേരത്തെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ടത് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ കാണാത്തവരൊക്കെ നമ്മുടെ പുതിയ ചാനലിലെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അത് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അരിയൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത പോലെ എടുത്തു. അരി വറുത്തെടുത്ത് നെയ്ച്ചോറ് വയ്ക്കുമ്പോഴത്തേക്കും നല്ല പ്രത്യേക ഒരു മണവും അതുപോലെ എന്താ പറയുക, അരി തമ്മി ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ.
പിന്നെ തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളമൊന്നും എടുത്ത് ഒഴിക്കരുത്. നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് വെള്ളം നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് ഉപ്പും പാകത്തിന് ചേർത്ത് അടച്ചു വെച്ച് നെയ്ച്ചോറ് വേവിച്ചെടുത്തു. നെയ്ച്ചോറൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾ കറികളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ലാസ്റ്റ് സമയത്ത് അരിയിട്ട് ചോറ് റെഡിയാക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂല. ഒരുപാട് താമസമൊന്നുമില്ല നെയ്ച്ചോറ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ പുതിയ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ദം ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ബിരിയാണിയുടെ നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു നെയ്ച്ചോറാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ദം ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും ബിരിയാണി കഴിക്കുന്ന ഒരു ടേസ്റ്റും ഒരു ഫീലൊക്കെ കിട്ടും. ഒരു കല്യാണം കൂടി ഒരു ഫീലൊക്കെ കിട്ടും. അപ്പോൾ ഇതൊന്ന് ദം ചെയ്യാൻ വെച്ചു. 10-15 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ദം ചെയ്തെടുക്കണം. എന്നാലാണ് നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലഞ്ച് കഴിക്കാനിരുന്നത്. പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നെയ്യപ്പത്തിൻ്റെ പരിപാടി ചെയ്തത്. അപ്പോൾ മക്കൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ TV കാണാനായിട്ട് കയറി. റിമോട്ട് താഴെ ഇട്ടിട്ട് ഇപ്പോൾ TV വർക്ക് ചെയ്യാതെ 3-4 റിമോട്ട് വരെ മേടിച്ചു. ഇപ്പോൾ നിബൂസിന് എപ്പോഴും ദേഷ്യം കയറുമ്പോഴത്തേക്കും റിമോട്ട് എടുത്ത് വലിച്ചെറിയും. എന്ത് സാധനം ചെറുതൊക്കെ ആണെങ്കിലും വായിലിടും. എപ്പോഴും കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് കെയർ ചെയ്യണം കേട്ടോ. കാരണം അവർ എന്താണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്ത് സാധനം കൈ കിട്ടിയാലും വായിലെടുത്തിടും. പിന്നെ അത് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കരച്ചിലും വഴക്കുമൊക്കെ ആയി. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണി ആയപ്പോഴാണ് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. ഒരുപാട് സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല. ശരിക്കും ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. പക്ഷെ ഞാൻ അത്ര സമയം വെച്ചിട്ടുണ്ടായിരുന്നില്ല. 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ തയ്യാറാക്കാൻ കയറി. ഒരു 10-10:30 കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അരച്ച് തന്നെ വെച്ചത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇത്തിരി തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് നെയ്യിൽ വറുത്ത് ഇടുന്നുണ്ട്. അപ്പം മധുരമൊക്കെ നോക്കിയപ്പോൾ മധുരമൊക്കെ കറക്റ്റാണ്. മാവൊക്കെ കറക്റ്റ് പാകമായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, എണ്ണയുടെ ചൂട് കൂടിപ്പോയതുകൊണ്ടാണോ എന്നറിയില്ല, അത് കറക്റ്റായിട്ട് ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടാക്കിയത് വരെ കറക്റ്റായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഷേപ്പൊന്നും കറക്റ്റായിട്ടൊന്നുമില്ല. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് വന്നു. അപ്പം ഞാൻ വലിയ അടുപ്പിൽ നിന്ന് ചെറിയ അടുപ്പിലേക്ക് മാറ്റി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ മാവ് കോരി ഒഴിക്കാൻ പാകത്തിനായിട്ട് ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് ലൂസാക്കുന്നതിന് നല്ലതാണ് കേട്ടോ നമ്മളിതുപോലെ ശർക്കരപ്പാനി ചേർത്ത് തയ്യാറാക്കുന്നതിൽ. അപ്പോൾ ഞാൻ ഇത്തിരി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തു. കറക്റ്റാക്കി നമുക്ക് എണ്ണയിലേക്ക് കോരി ഒഴിക്കാൻ പാകത്തിനായിരിക്കണം മാവ്. ശരിക്കും പറഞ്ഞാൽ ദോശമാവിൻ്റെ ആയാലും ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഇടയിൽ ഒരു പരുവത്തിൽ വേണം നെയ്യപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാൻ. ഞാൻ ആദ്യമായിട്ട് ചെയ്താണെങ്കിലും ഇത്ര സമയമൊക്കെ എനിക്ക് നല്ല ഒരു കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. അടുത്ത ദിവസം തന്നെ ഒരു പുതിയ വീഡിയോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പോയി. ഇനിയും 2-3 പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാലാണ് നമുക്കൊരു വീഡിയോ എടുക്കാൻ. കറക്റ്റായിട്ട് നമ്മുടെ ഒരു റെസിപ്പി കണ്ടിട്ട് ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും അത് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത്ര പെർഫെക്റ്റോടുകൂടി തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തിട്ടു. അപ്പോൾ ഇതുപോലെ 2-3 ദിവസം അടുപ്പിച്ച് ഇതുപോലെ ഇനി നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇക്കന്നെ ഇവിടുന്ന് ഇറക്കി വിടും. എന്നും ഇത് തന്നെയാണോ പണിയെന്ന് ചോദിക്കും. മിക്ക ദിവസങ്ങളിലും ഓരോ റെസിപ്പീസും നമ്മൾ പുതിയതായിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും 3-4 പ്രാവശ്യം അത് ചെയ്യും. അപ്പോൾ അത് തന്നെയായിരിക്കും ദിവസവും. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായപ്പോഴാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊക്കെയാണ് കുക്ക് ചെയ്തത്. പക്ഷേ വലിയ അടുപ്പായതുകൊണ്ട് തന്നെ നല്ല തീ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സംഭവം പൊങ്ങി വരികയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ എന്തോ അതിൻ്റെ ഷേപ്പ് അത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നെ എനിക്ക് കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഓരോന്നൊക്കെ ഇങ്ങനെ പതിയെ റെഡിയായി വന്നത്.
ശരിക്കും ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഒരു പാടായിട്ടാണ് എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കൽ തോന്നിയിട്ടുള്ളത്. എന്തായാലും ഞാനിത് ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഇതായി കിട്ടി. എങ്കിലും ഞാൻ നല്ല കറക്റ്റായിട്ട് തന്നെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചെയ്തിട്ട് നല്ല സൂപ്പർ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും നെയ്യപ്പം നല്ല കറക്റ്റായിട്ട് ഏകദേശം വന്നു. പിന്നെ അതേ ആദ്യം ഉണ്ടാക്കിയ നെയ്യപ്പം എന്നൊക്കെ പറഞ്ഞതാ ഇതേപോലെയൊക്കെ കേട്ടോ, അത്ര വലിയ ഷേപ്പൊന്നും അല്ല. ഇനി എണ്ണ ശരിക്കും വാർന്ന് പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.